ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായി പ്രശസ്തി നേടിയ ഹരിവരാസനം കീർത്തനം അവകാശ തർക്കത്തിൽ. പാട്ടെഴുതിയത് കമ്പക്കുടി കുളത്തൂർ അയ്യറാണെന്നാണ് ദേവസ്വം ബോർഡ് വാദം. എന്നാൽ രചയിതാവ് ശാസ്താംകോട്ട കോന്നകത്ത് ജാനകിയമ്മയാണെന്ന് അവകാശപ്പെട്ട മകൾ ബാലാമണിയമ്മ രംഗത്തെത്തി. ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരെ ശബരിമല കയറ്റുന്ന കീർത്തനമാണ് ഹരിവരാസനം. സന്നിധാനത്ത് ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോൾ തീർത്ഥാടകർ ഭക്തിയുടെ പരകോടിയിലെത്തും. അയ്യപ്പന്റെ ഉറക്കുപാട്ടായി കീർത്തി നേടിയ ഹരിവരാസനം കമ്പക്കുടി അയ്യർ എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. ദേവസ്വം ബോർഡും ഈ വാദം ശരിവെക്കുന്നു. എന്നാൽ കമ്പക്കുടി അയ്യർ വെറും സംപാദകൻ മാത്രമാണെന്നും തന്റെ അമ്മയായ ശാസ്താംകോട്ട കോന്നകത്ത് ജാനകി അമ്മയാണ് ഹരിവരാസനം എഴുതിയതെന്നും അവരുടെ മകൾ 75 വയസ്സുള്ള ബാലാമണിയമ്മ അവകാശപ്പെടുന്നു. അമ്മയുടെ അച്ഛനായ അനന്തകൃഷ്ണയ്യർ ശബരിമലയിലെ പൂജാരിയും വെളിച്ചപ്പാടുമായിരുന്നു. അയ്യപ്പഭക്തിയായിരുന്ന അമ്മ എഴുതിയ ഹരിവരാസനത്തിന്റെ കയ്യെഴുത്തുപ്രതി ശബരിമലയിൽ കാണിക്കയായി സമർപ്പിച്ചു. കീർത്തനത്തിന്റെ പകർപ്പ് തന്റെ പക്കൽ ഇപ്പോഴുമുണ്ടെന്നും ബാലാമണിയമ്മ പറയുന്നു. എൻ്റെ അമ്മയാണ് എഴുതിയെന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നല്ലവണ്ണം അറിയാം. പക്ഷെ അതൊന്ന് ഭഗവാന് അച്ഛൻ കൊണ്ടുപോയി സമർപ്പിച്ചു കാരണം അമ്മയുടെ അച്ഛൻ. ശാസ്താംകോട്ടയുടെ പ്രാദേശിക ചരിത്രം എഴുതിയ ഗവേഷകരും ബാലാമണിയമ്മയുടെ വാദത്തെ പിന്തുണയ്ക്കുന്നു. ജയചന്ദ്ര ബുക്കിൽ പോലെ പുസ്തകത്തിലും അതിനുശേഷമുള്ള റിപ്പോർട്ടുകളിലും എല്ലാം കാണുന്നത് സമ്പാദകനാണ് കുളത്തൂർ അയ്യരെന്നാണ്. 1923 ജാനകിയമ്മ ഹരിവരാസനം എഴുതിയെന്നാണ് വാദം. പിന്നീട് 1975 സ്വാമി അയ്യപ്പൻ സിനിമയിലൂടെ ദേവരാജൻ മാസ്റ്റർ ഇണമിട്ട് യേശുദാസിന്റെ സ്വരമാധുരിയിലൂടെയാണ് ഹരിവരാസനം പ്രശസ്തി നേടിയത്. പ്രശസ്ത പത്രപ്രവർത്തകൻ എം ശിവറാമിന്റെ സഹോദരി കൂടിയായ ജാനകിയമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ഭക്തിഗാനത്തിന്റെ രചയിതാവിനെ വിളിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പിന്മുറക്കാർ. തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്കും ദേവസ്വം ബോർഡിനും നിവേദനം നൽകി. അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൊല്ലത്ത് നിന്നും വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.